ഒന്നും ഓർക്കാണ്ട് സമാനായിട്ട് ഉറങ്ങിക്കേ. തമ്പുരാട്ടി ഒന്നെ. തമ്പുരാട്ടി അമ്പലത്തിൽ നിന്നാവല്ലേ? നടന്നു വേണ്ട, കയറിക്കോളൂ, ഞാൻ കൊണ്ടുവിടാം. തമ്പുരാട്ടി ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അല്പം പ്രസാദം എടുത്തോട്ടെ? പറയാമോന്ന് എനിക്കറിയില്ല, പറയുന്നത് ശരിയാണോന്നും എനിക്കറിയില്ല. ഒന്നും തോന്നരുത്. സുഹൃത്തിന്റെ ഭാര്യയോടാണ് പറയേണ്ടെന്നുള്ള ഡെലിക്കസി ഉണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങളായി എന്നും അതെ, ഉറക്കത്തിൽ ഞാൻ തമ്പുരാട്ടിയെ സ്വപ്നം കാണാറുണ്ട്. തെറ്റിദ്ധരിക്കരുത്, ചീത്ത വിചാരത്തോടെ അല്ല, അറിഞ്ഞുകൊണ്ടും അല്ലായിരിക്കും. എന്നിട്ടും പല ദിവസങ്ങളിലും അശ്വതി തമ്പുരാട്ടി എന്റെ ഉറക്കം കളയാറുണ്ട്. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് ഇഷ്ടമുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചിലപ്പോ അറിയാതെ മനസ്സിൽ തമ്പുരാട്ടിയോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും, അല്ലേ? അസുഖം എന്താന്ന് മനസ്സിലായി. തമ്പുരാട്ടിമാർക്ക് സൗന്ദര്യം മാത്രമല്ല, കാലിന് നല്ല കനമുള്ള ചെരുപ്പുണ്ട്, അത് മറക്കണ്ട. സത്യം പറഞ്ഞ മാഷേ, ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. തമ്പുരാട്ടി ഞാൻ വിചാരിച്ചോളൊന്നുമല്ല, നല്ല തന്റെ ഉള്ള പാർട്ടിയാ. എന്റെ മുഖത്ത് നോക്കി സ്റ്റൈലും വാചകവും അല്ലേ കാച്ചത്? ദേഷ്യം വന്ന് ചുവന്ന മുഖം ഒന്ന് കാണണം മാഷേ. പഴയ ഉണ്ണിയാർച്ചയല്ലേ ഈ വാളൊക്കെ പിടിച്ച്? ശരിക്കും ആ ഒരു ഗമയുണ്ട്. മാഷൊക്കെ പറഞ്ഞ കാര്യം മനസ്സിലാവുമല്ലോ. ദേ, മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ ഒരു ഫോർമാലിറ്റിയും കൂടാതെ വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതി എന്റേത്. ഇഷ്ടം തോന്നുന്നവരോട് പ്രത്യേകിച്ചും. വഴി വെച്ച് തമ്പുരാട്ടിയെ കണ്ടപ്പോ ഒരു കുസൃതി തോന്നി, ഒരു രസത്തിന്. ചുമ്മാ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു തമാശ പറഞ്ഞു. ഈ ഭാഷയുടെ സ്വാധീനക്കുറവുകൊണ്ടാണോ അതോ എന്റെ വിവരക്കേട് കൊണ്ടാണോ എന്താ എനിക്കറിയില്ല, പറഞ്ഞതൊരു പോവാന സ്റ്റൈലായി പോയി. തമ്പുരാട്ടി എന്നെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. മാഷ് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എത്രക്കാരും ഞാൻ മാഷിന്റെ ഫ്രണ്ട് അല്ലേ? കേടുകളോ കേടുകളോ? അല്ല, മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, എന്താ തന്റെ ഉദ്ദേശം? എന്താ മാഷേ ഇത്? പോട്ടെ പോട്ടെ എന്ന് കരുതി ഇതുവരെ മിണ്ടാണ്ടിരുന്നത് പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പറയാൻ സമയമായിട്ടില്ല എന്ന് വിചാരിച്ച. ഇപ്പൊ സമയമായി, പറയണു. ഇനി ഈ കളി എന്നോട് നിർത്തുക. പറഞ്ഞ മനസ്സിലായില്ലേ? ഇന്നെങ്കിലും തോന്നിയല്ലോ വായ തുറന്നായുള്ള മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയാൻ. നന്നായേ ഉള്ളൂ. ഒഴിയാബാധയായിട്ട് ഒരുത്തരിങ്ങനെ പുറകെ കൂടിയാ പിന്നെന്താ ചെയ്യാ? മനുഷ്യന് സഹിക്കുന്നതിനും ഒരതിരില്ലേ മോളെ? പുറമേ കാണുന്ന കൂട്ടൊന്നും അല്ല അയാള്. ആ ചിരിയും വർത്താനവും സൂക്ഷിക്കേണ്ട അനവാ. നിർത്തേണ്ട അകലത്ത് നിർത്തിയ ഒരു കുഴപ്പമില്ല. കുമാരേട്ടൻ എന്തിനാ അയാളെ ഇങ്ങനെ പേടിക്കണേ? പേടി പേടി അയാളെ അല്ല, സത്യം പറഞ്ഞ എന്റെ പേടി മോളെ കുറിച്ചാ. സ്വപ്നത്തിലാണെന്ന് വെച്ചാൽ പോലും എന്റെ മോളുടെ ശരീരത്തിൽ ഒരു മുള്ളുകൊണ്ട് പോറിയാൽ എനിക്ക് സഹിക്കാനാവില്ല. നിർമാല്യം തൊഴുതിറങ്ങുമ്പോ ആകാശച്ചെരുവിലെ വെള്ളക്കേറിന്റെ പരിശുദ്ധിയില്ലേ, അതാണ് എന്റെ മോളുടെ മുഖത്തും മനസ്സിലും. അതൊരിക്കലും മങ്ങാണ്ട് എല്ലാ ഐശ്വര്യത്തോടും കൂടെ എന്നും എനിക്ക് എന്റെ അശ്വതിയെ കാണണം. കുമാരേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? കുഞ്ഞനാളില് എന്റെ മടിയിലിരുന്ന് കളിച്ചു വളർന്ന കുട്ടി. അന്ന് നിന്നെ കടിച്ചു നോവിച്ച ഒരു റൂബിനെ കൊല്ലാൻ വേണ്ടി ഒരു രാത്രി മുഴുവൻ ഉറക്കവച്ച് കാത്തിരുന്നു ഈ കുമാരേട്ടൻ. പഠിപ്പ് കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി നാടായ നാടൊക്കെ തണ്ടി തിരിച്ചു വന്നപ്പോ ക്ഷയിച്ച കോവിലകത്ത് കണ്ണീരിന്റെ ഒരുപാട് കഥകളുമായി നിന്റെ അച്ഛൻ കുട്ടമ്മാവൻ, പിന്നെ നീയും. അതൊന്നും മോക്ക് ഓർമ്മയുണ്ടാവില്ല. ഒരു ദിവസം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് കുട്ടമ്മാവൻ പറഞ്ഞു, അശ്വതിക്ക് ചൊവ്വാദോഷാണ്, സ്വത്ത് ഓഹരിയില്ലാത്ത അവളെ കെട്ടാൻ ആരും വരില്ല എന്ന്.
അകത്താത്തിലെ ഇരുട്ടിൽ ശബ്ദമില്ലാണ്ട് കരയണ മോളുടെ മനസ്സ് എനിക്ക് കാണായിരുന്നു. തോളത്തിട്ട് താരാട്ടുപാടി ഉറക്കിയിട്ടുള്ള നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു കുമാരേട്ടന്. ജീവിച്ചിരിക്കണമെന്നുള്ളതിന് ഞാൻ അപ്പോഴാ ഒരർത്ഥം കണ്ടത്. 16 വയസ്സിന്റെ വ്യത്യാസം നമ്മൾ ഓർത്തതും കൂടിയില്ല, അല്ലേ അശ്വതി? ഒരിക്കലും ഈ കണ്ണുകൾ നനഞ്ഞു കാണാൻ ഇടവരുത്തണ്ടേ. ചിരിക്കണ ഈ മുഖത്ത് നോക്കി ഈശ്വരൻ തിരിച്ചു വിളിക്കണവരെ ഇങ്ങനെ കഴിയണമെന്നേ ദിവസവും പ്രാർത്ഥനയുള്ളൂ. കുമാരേട്ടാ, കണ്ടോ, പറഞ്ഞു തുടങ്ങിയതെവിടെ, വന്നെത്തിയതെവിടെ? സൂര്യപ്രകാശത്തിന് മുമ്പിൽ പിടിച്ചു വെച്ച മഞ്ഞുകെട്ട പോലെയാ എന്റെ കുമാരേട്ടന്റെ മനസ്സ്. ഉരുകാൻ തുടങ്ങിയ പിന്നെ അത് ഉരുകിക്കൊണ്ടേയിരിക്കും. മോള വീണയൊന്ന് വായിക്കോ, നിനക്കിഷ്ടമുള്ള രാഗത്തില്. ഞാനാ? ഡോക്ടറാണോ? എന്താ നിർത്തിക്കളഞ്ഞ? ഞാനത്ര അരസ്യനൊന്നുമല്ല. ഞാനീ സമയം തെറ്റി വന്നത് അസൗകര്യമായോ? എന്താ ഇത്? അഥവാ അസൗകര്യം ആണെങ്കിൽ തന്നെ ഇറങ്ങിപ്പോവാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. എവിടെയും പോവാനില്ലാത്തവർക്കും വേണമല്ലോ വലിഞ്ഞു കയറി വരാനെങ്കിലും ഒരു സ്ഥലം. എന്തൊക്കെയായി പറയണേ? നല്ല കഥയായി. മോളെ, ഡോക്ടർക്ക് ഒരു കാപ്പി എടുക്ക്. വേണ്ട, കാപ്പി കുടിച്ചാ പിരിയും. അല്ലെങ്കിൽ എന്തിനാ ഒളിച്ചു വെക്കുന്നേ? തമ്പുരാട്ടിയും കേക്കട്ടെ. പതിവില്ലാത്തതാ. ഇന്നല്പം മദ്യം കഴിച്ചു. വല്ലപ്പോഴും കഴിച്ചാൽ തന്നെ പുറത്തേക്കെങ്കിലും പോവാത്തതാ. ഇന്ന് ആ പതിവും തെറ്റിച്ചു. മനസ്സിന്റെ സ്വൈര്യം കെടുത്തുന്ന ഓർമ്മകൾ പോയി കിട്ടാൻ വേണ്ടിയാ കുടിച്ചത്. എവിടെ പോവാൻ? ഒന്നിനൊന്ന് തെളിഞ്ഞു വരിക അല്ലാണ്ട്. എന്താ ഇപ്പൊ അതിന് മാത്രമൊക്കെ ഉണ്ടായേ? എന്താ വിശേഷിച്ച്? ഇന്നെന്റെ മോളെ പിറന്നാളായിരുന്നു. ലീവ് എടുത്ത് മോളെ കാണാൻ ബോർഡിങ്ങിൽ ചെന്നപ്പോ അവളോടില്ല. ഞാൻ ഇന്ന് ചെല്ലുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്നലെ അവളെ അവിടുന്ന് കൊണ്ടുപോയി. അവിടെ ഉമ്മ, എന്റെ ബീവി, മോക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് മധുരം. എന്ത് ചെയ്യാം, ഇത് അവക്ക് വിധിച്ചിട്ടില്ല. തിരിച്ചു വീട്ടിൽ ചെന്നപ്പോ പെട്ടെന്ന് ഈ വലിയ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കായതുപോലെ കുറെ കുടിച്ചു. ഒക്കെ വെറുതെ. അശ്വതി, മോൾ എത്രയും വേഗം ഒരു അമ്മയാകണം. ഈ മുറ്റത്ത് ആ കുഞ്ഞ് ഓടിക്കളിക്കുന്നത് കൊതിനീരെ എനിക്ക് കാണണം. താഴത്ത് വെക്കാതെ മതി വരുവോളം എനിക്ക് ആ കുഞ്ഞിനെ താലോലിക്കണം. അതിൽ നിന്ന് തടയാൻ നമുക്കാവില്ലല്ലോ. നിങ്ങളുടെ കുഞ്ഞിന്റെ മുഖത്ത് ഞാൻ എന്റെ മോളെ കണ്ട് സമാധാനിച്ചോളാം. ഡോക്ടർ വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ബുദ്ധിമോശം കൊണ്ട് അവരെന്തെങ്കിലും കാണിച്ചു എന്ന് വിചാരിച്ച് വേണ്ട. ആശ്വസിപ്പിച്ച സമാധാനം കിട്ടാവുന്ന പരുവത്തിലല്ല എന്റെ മനസ്സ്. പഴകിപ്പോയ മുറിവല്ലേ, എളുപ്പമുണങ്ങില്ല. വെറുതെ എന്റെ വിഷമങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ നല്ല മൂഡ് എന്തിനാ ഞാൻ നശിപ്പിക്കുന്നത്?
അഷ്ടമുടി കായലിലെ അന്ന നടത്തോണിയിലെ ഇഷ്ടമാണോ la la la